الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. صدق الله العلي العظيم. വളരെ സർവ്വധന്യരായ ഈ മഹല്ലത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുബൈർ മിസ്ബാഹി ഉസ്താദ് അവറുകൾ, ഇവിടുത്തെ മുഅദ്ദിൻ അഷ്റഫ് ഉസ്താദ് വളരെ കൃത്യമായി നമ്മുടെ സ്വലാത്ത് വാർഷികവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ ഉണർത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുനൈ സാഹിബ്, വേദിയിലും സദസ്സിലും മുഖവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു മാസത്തിൽ അനുഗ്രഹീതമായ രാവിലെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിട്ടുള്ളത്. വളരെ സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു ചെറിയ ഒരു മഹല്ല, 80 ചില്ലാൻ വീടുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ മഹല്ലിലുള്ള യുവാക്കൾ, അവിടുത്തെ യുവജനങ്ങൾ എല്ലാവരും ആ മഹല്ലത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതിൽ, അതിനുവേണ്ടി അവർ ചെലവഴിക്കുന്നവരുടെ സമ്പാദ്യങ്ങൾ എല്ലാം കാണുമ്പോൾ വലിയ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടുന്ന് ചിലപ്പോൾ ബദർമൗലിദ് ചൊല്ലിയായിരിക്കും പോയിട്ടുണ്ടായിരിക്കും. അവിടെ എത്തുമ്പോൾ പിന്നെ അതൊക്കെ വേണോ എന്ന് തോന്നിപ്പോവാറുണ്ട്. പലപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം അവരുടെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മുമ്പ് കഴിഞ്ഞതിനെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ കുട്ടികളിൽ വളർന്നു വരുന്നത്. എല്ലാത്തിനും അപ്പുറം മതനിരാസം. അതായത് കുറച്ച് പഠിച്ചു വരുമ്പോഴേക്കും ഞാൻ എന്തോ ആയി എന്നൊരു തോന്നൽ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ഞാനത് സാന്ദർഭികമായി ഉണർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വളരെ പവിത്രമായ വിശുദ്ധമായ ഒരു രാത്രിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. രാത്രികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കൂടുതലായി സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് രാത്രികളെയാണ് എന്ന് നമുക്ക് കാണാം. വല്ലൈലി ഇദാ യഗ്ശാ വൽഫജ്ർ വലയാലിൻ നശ്ർ വശ്ശഫ്ഇ വൽവത്ർ വല്ലൈലി ഇദാ യസ്ർ. വല്ലൈലി ഇദാ യഗ്ശാ, ഇരുൾ മൂടിയ രാത്രിയെ തന്നെയാണ് സത്യം. വൽഫജ്ർ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് വലയാലിൻ നശ്ർ, 10 രാത്രികളെ തന്നെ സത്യം. പിന്നെയും പറഞ്ഞു വശ്ശഫ്ഇ വൽവത്ർ വല്ലൈലി ഇദാ യസ്ർ.
രാത്രികളെ തന്നെ സത്യം. ഇവിടെ അല്ലാഹു ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ ആയത്തുകളാണ്. ഇവിടെ അല്ലാഹു ഒരു രാത്രിയെ പരിചയപ്പെടുത്തി തരികയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. നാം ഇതാ ഒരു മുബാറക്കായ രാത്രിയിലാണ് ഈ വിശുദ്ധ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഏതാണ് ആ മുബാറക്കായ രാത്രി? ഇവിടെ ഇമാമിയങ്ങളെല്ലാം പറഞ്ഞു ആ രാത്രി ശഅബാൻ പകുതിയുടെ 15-ന്റെ രാത്രിയാണ്. എന്തുകൊണ്ടാണ് രാത്രികളെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്ത് പറയുന്നത്? രാത്രിയിൽ നിന്നാണ്, രാത്രിയുടെ ഗർഭത്തിൽ നിന്നാണ് പകൽ വെളിച്ചമാകുന്ന ഒരു ശിശുവിനെ പ്രസവിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സുബഹിയെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു വസ്സുബ്ഹി ഇദ തനഫസ്. തനഫസ് എന്ന് പറഞ്ഞാൽ നെടുവിശ്വാസം വിടുക. ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ 10 മാസം ഗർഭം ചുമന്ന് ഗർഭത്തിന്റെ വേദനകളും വിഹ്വലതകളും കഴിഞ്ഞ് ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മ വിടുന്ന ഒരു ആശ്വാസത്തിന്റെ നെടുവിശ്വാസം, ആ സമാശ്വാസം പോലെയാണ് ഒരു പ്രഭാതം പൊട്ടി വിളരുന്നത്. മനുഷ്യ ജീവിതത്തെ തന്നെയും സമയബന്ധിതമായാണ് അല്ലാഹു നിസ്കാരങ്ങളെ പോലും ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങളോട് ശ്രദ്ധിക്കണം. സുബഹി ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് സുബഹി ഉണ്ടാകുക. ഒരാൾ സുബഹിക്ക് തക്ബീർ കെട്ടുമ്പോൾ അവർ വിചാരിക്കണം, ഇതാ ഞാൻ ഇങ്ങനെ ജനിച്ചു വന്നതാണ്, ഇതുപോലെ ജനിച്ച ഒരു കുഞ്ഞായിരുന്നു ഞാൻ എന്ന ഓർമ്മയിലായിരിക്കണം അവരുടെ സുബഹിയുടെ തക്ബീർ. ളുഹ്റിന് അവൻ തക്ബീർ കെട്ടുമ്പോൾ സൂര്യൻ അങ്ങനെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റാൻ പോകുന്ന ഒരു സന്ദർഭം, സൂര്യനെ ഒന്ന് നേരെ നോക്കാൻ പോലും നമുക്ക് കഴിയില്ല. അതായത് അങ്ങനെ ഒരു യൗവനം നമുക്ക് കഴിഞ്ഞുപോയിരുന്നു. ആർക്കും ഒന്നും നമ്മളോട് പറയാൻ പറ്റാതിരുന്ന തീവ്രമായ ഒരു യൗവനം കഴിഞ്ഞുപോയി. ആ ഓർമ്മയിൽ അവൻ ളുഹറിന്റെ തക്ബീർ കെട്ടും. അസ്റിന് അയാൾ തക്ബീർ കെട്ടുമ്പോൾ അയാൾ ഓർക്കണം, ഇതാ ഈ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പഴയതുപോലെ ഒന്നും നടക്കൂല എന്ന് തോന്നുന്ന ഒരു സന്ദർഭമുണ്ട്. മുട്ടിന് വേദന തുറന്നു, ഷുഗർ തുറന്നു, കൊളസ്ട്രോൾ തുറന്നു, ഇനി പഴയതുപോലെ ഒന്നും സാധ്യമല്ല എന്ന് തോന്നുന്നത് പോലെ ഇതാ ഞാൻ അസ്തമയത്തിലേക്ക് പോകുന്നു എന്ന ഓർമ്മയിൽ അവൻ അസ്റിന്റെ തക്ബീർ കെട്ടും. മഗ്രിബിന്റെ തക്ബീർ കെട്ടുമ്പോൾ അവൻ ഓർക്കണം, ഇങ്ങനെ ഞാനും അസ്തമിക്കും. ഇവിടെ ഇതാ ഒരു ദിവസം അസ്തമിക്കുന്നു, അതുപോലെ ഞാനും അസ്തമിക്കും എന്നവൻ ചിന്തിക്കണം. ഇശാഇ തക്ബീർ കെട്ടുമ്പോൾ അവൻ ഓർക്കണം, സൂര്യൻ പോയി പിന്നെ ഒരു ചുമന്ന ശോഭ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലം. ആ ചുമന്ന ശോഭയും കഴിഞ്ഞ് ഒരു കൂരാക്കൂരിട്ടിലേക്ക് ദിവസം പോകുന്നത് പോലെ ഞാൻ എന്ന ഓർമ്മയിൽ നിന്ന് എന്റെ മക്കൾ, എന്റെ ഭാര്യ, എനിക്ക് വേണ്ടപ്പെട്ടവർ, എന്റെ ഭർത്താവ് എന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് ജീവിതമാകുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇനി ഞാൻ എന്ന ഓർമ്മകൾ അസ്തമിച്ചു പോകുന്ന ഒരു സന്ദർഭം. ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കളും കുറച്ചുകൂടി നമ്മൾ കൊച്ചുമക്കളും അവരുടെ കാലം വരെ നമ്മൾ ഓർക്കും. അതിനുശേഷം പിന്നെ നമ്മളെന്ന ഓർമ്മകൾ ഇല്ലാതെ നമ്മൾ തന്നെയും മറക്കും. ആ സമയത്ത് നമുക്ക് കിട്ടാവുന്ന ആ ഓർമ്മയിലാണ് അവൻ ഇശാഇ തക്ബീർ കെട്ടേണ്ടത്. അതുകൊണ്ടാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ മരിച്ചാൽ ശേഷിക്കുന്ന നന്മ എന്ന് പറയുന്നത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. ഏത് മക്കൾ? നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ആ നനഞ്ഞ ഖബറിന്റെ മുകളിൽ കൈവച്ച്, ഇതെന്റെ വാപ്പയുടെ ഖബറാണ് റബ്ബേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്നവർ കൈവെക്കുമ്പോ സ്വന്തം ഉപ്പയുടെ സ്വന്തം ഉമ്മയുടെ ഹൃദയം തൊടുന്ന വികാരത്തോടെ തൊടാൻ പറ്റുന്ന മകനുണ്ടെങ്കിൽ നാളേക്ക് കൂടി ശേഷിക്കുന്ന നന്മയാണത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇക്കാലത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുഹൃതവും. മരിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാത്രികളെ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. രാത്രികൾക്ക് ചില പ്രത്യേകതകൾ നൽകി. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുമ്പോഴും ഖുർആൻ പറഞ്ഞത് രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ നാം ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. ഒരുപാട് 1000 മാസത്തേക്കാൾ പവിത്രമായ ഒരു രാവ് അല്ലാഹു നൽകുന്നു, രാത്രിയെ തെരഞ്ഞെടുത്തു. പുണ്യനബിയുടെ ഇസ്രാ മിഅ്റാജ് നടക്കുന്നത് രാത്രിയിലാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പാലായനം, പിന്നീട് വാനലോകത്തേക്കുള്ള പാലായനം അത് നടക്കുന്നത്
കളയരുത്. രാത്രികളിൽ 5 രാത്രികളെ നിങ്ങൾ സഗൗരവം വീക്ഷിക്കണം എന്ന് സയ്യിദുനാ ശാഫിഈ ഇമാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ രാത്രി വെള്ളിയാഴ്ചയുടെ രാവാണ്. വെള്ളിയാഴ്ചയുടെ രാവ്, അതായത് വ്യാഴാഴ്ച രാത്രി. ആ രാത്രിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തും. മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാവുകളാണ്. പലപ്പോഴും നമുക്ക് ഒന്നും ഇരുന്ന് വേർക്കാൻ പോലും 5 മിനിറ്റ് സമയം കിട്ടാത്ത രാവാണ് ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാവ്. പിന്നൊന്ന് റജബിലെ ആദ്യത്തെ ദിനമാണ്. അത് നമുക്ക് കഴിഞ്ഞു പോയി. ഇനി നമുക്കുള്ള ഒരേ ഒരു രാവ് അത് ശഅബാൻ പകുതിയുടെ രാവ്. ആ രാവിനെ ഉപയോഗപ്പെടുത്തും. അപ്പൊ ചിലപ്പോൾ നമ്മളെ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഇപ്പൊ ശഅബാൻ 15ന്റെ നോമ്പ് അത് സംബന്ധമായ ഹദീസ്, അതിൽ ചില ദുർബലതകളുണ്ട്. ഹദീസ് ചില കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന് പഠിക്കണം. അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഫാർമസിയിൽ പോയാൽ ചില ഫാർമസിസ്റ്റുകൾ അവിടുത്തെ സ്റ്റാഫുകൾ അവർ നോക്കിയിട്ട് പറയും, ഇതിന്റെ ആവശ്യമില്ല, ഇത്ര ഡോസും കഴിക്കണ്ട. ഒരാൾ ഡോക്ടർ ആവണമെങ്കിൽ സുദീർഘമായി പഠിക്കണം. അത്രയും പഠിച്ചിട്ടാണ് അയാൾ അതിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ചിട്ടാണ് അവന് മരുന്ന് ചെയ്യുന്നത്. പിന്നെ അതിനേക്കാൾ അല്പജ്ഞാനികളായ ചിലർ അത് പാടില്ല, അതൊന്നും കൊടുക്കണ്ട എന്ന് പറയുന്നത് ഫാർമസിസ്റ്റുകളെ പോലെയാണ് നമ്മൾ. കാരണം ഇത് സുന്നത്താണോ, ഇത് ചെയ്യേണ്ട അമലാണോ, ഈ രാവിന്റെ പവിത്രതയുണ്ടോ എന്ന് പറയേണ്ട ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ അതൊന്നും ഞങ്ങൾ നോക്കൂല. നബി ചെയ്തോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ബറാഅത്തിന്റെ നോമ്പെടുത്തോ എന്നാണ് ചോദ്യം. ആ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു, ഇദാ കാനത് ലൈലത്തു നിസ്ഫു മിന ശഅബാൻ ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. ശഅബാന്റെ 15ന്റെ രാവ് വന്നാൽ, ബറാഅത്തിന്റെ രാവ് വന്നാൽ, മുഅ്മിനീങ്ങളെ അതിന്റെ രാത്രികളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. വസൂമൂ നഹാറഹാ, അതിന്റെ പകലുകളിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. ആ ഹദീസിൽ ദുർബലതയുണ്ട്. പക്ഷെ എന്താണ് എന്ത് ഫളായിലുൽ അഅമാലിൽ ഉൾപ്പെടുത്താവുന്ന ഹദീസ് ഏതാണ്? ഇത് പറഞ്ഞു തരേണ്ടത് ഇമാമിങ്ങളല്ലേ? മനസ്സിലാകുന്നില്ല. ഞാനിവിടെ മദ്രസക്കാരിയായി അവ പഠിക്കാതെ വന്നിട്ട്, നീ പഠിക്കാതെ ഒന്നും ഇങ്ങനെ വന്നോ, ഒരക്ഷരം പഠിക്കണ്ട. ഇന്നലെ ഞാൻ പഠിക്കാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല. അവരോട് ഞാൻ പറയാം, ഒരക്ഷരം പഠിക്കണ്ട, ഇങ്ങനെ തന്നെ വന്നോ എന്ന് ഞാൻ പറഞ്ഞത് ഒരാൾ എഴുതി വെച്ചു. മുഫ്തി തൈത്തമി പഠിക്കാതെ വന്ന ഇവനോട് ഇനി എന്നും ഇങ്ങനെ പഠിക്കാതെ തന്നെ വരൂ. ഒരു 10 കൊല്ലം കഴിഞ്ഞ ഒരാൾ വായിക്കാറില്ല. പഠിക്കാതെ വന്ന കുട്ടിയോട് മുഫ്തി തൈത്തമി ഇനി എന്നും ഇങ്ങനെ തന്നെ വന്നോളൂ. അപ്പൊ അയാൾ എന്താ വിചാരിക്കുക, അന്ന് പഠിക്കാതെ വന്നാൽ എന്താണ് പിന്നെ തീരെ പഠിക്കാതെ എന്നും വരേണ്ടത്? അതല്ലേ ഇത് മനസ്സിലാവുക. അപ്പൊ എന്ത് സന്ദർഭത്തിലാണ് അത് പറഞ്ഞത്, ഏത് രൂപത്തിലാണ് ഉസ്താദ് പറഞ്ഞത്, അയാളുടെ ഭാവം എന്തായിരുന്നു, ആരോടായിരുന്നു, എപ്പോഴായിരുന്നു, എന്തിനായിരുന്നു, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അതാരാ പറഞ്ഞിട്ടുണ്ട്? അത് ആ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ, അല്ലെങ്കിൽ അവർ ഈ സംഭവം പറഞ്ഞ ആളുകൾ, അവരാണ് ഇമാമികൾ. നബി ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയം ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത് എന്ന് പറയേണ്ടതാണ് ഇമാമികളാണ്. സ്വഹാബത്തിന്റെ കാലത്താണ്, അല്ലെങ്കിൽ സ്വഹാബത്തിന് ശേഷമുള്ള കാലത്താണ്. അവരൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. നബി പറഞ്ഞോനെ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കൂലേ? റബ്ബുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാകുന്നത് വരെ നിങ്ങൾ ആരാധിച്ചോളൂ. റബ്ബുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാകുന്നത് വരെ നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റബ്ബുണ്ട് ഒരാൾക്ക് ഉറപ്പായാൽ പിന്നെ അയാൾ നിസ്കരിക്കേണ്ട. എവിടെ ഖുർആൻ. അപ്പൊ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഖുർആൻ പറഞ്ഞത് എന്ന് ഞങ്ങൾ നോക്കൂല. തഫ്സീറൊന്നും ഞങ്ങൾക്ക് പറ്റൂല. മദ്ഹബിനെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അങ്ങനെ നമുക്കിപ്പോ നമ്മളെ കയ്യിൽ വരുന്ന ഖുർആനിൽ തന്നെ എന്ത് വിശ്വാസതയുള്ളത്? മഹാനായ റളിയല്ലാഹു യമാമ യുദ്ധത്തിൽ 600ഓളം വരുന്ന ഹാഫിദീങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നമുക്ക് ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കണം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേ ചോദ്യം ചോദിച്ചു. നബി ചെയ്തില്ലല്ലോ. പക്ഷേ സ്വഹാബത്ത് ഇങ്ങനെ മരിച്ചു പോകുന്നു, ജനപദങ്ങളിലേക്ക് ഈ ഖുർആൻ ഇനിയും വന്നു ചേരേണ്ടതാണ്, അത് ഇല്ലാതായി പോകുമെന്ന് ഭയപ്പെടുമ്പോൾ ഇവർ തീരുമാനമെടുത്തു, എന്നാൽ ഖുർആൻ ക്രോഡീകരിച്ചേക്കാം. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു, അദ്ദേഹത്തെ നിയമിച്ചു. അതിൽ പിന്നെയും കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഞാനതൊന്നും സമയപരിധി കൊണ്ട് വിശാലമായി പറയില്ല.
പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് അതിന്റെ വ്യാകരണത്തിൽ അതിന്റെ എഴുത്തുകൾ എല്ലാം മാറ്റം വന്നു. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രശോഭിതമായ ഒരു കാലഘട്ടം വരുന്നത് അമവിയ കാലത്താണ്. സെക്കൻഡ് ഉമർ എന്നറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദ്ഹബുകളുടെ ആവശ്യമാണ്. കാരണം എന്താണ്? നബിയുടെ കാലത്ത് മദ്ഹബ് ഉണ്ടോ എന്ന് ചിലർ ചോദിക്കും. ഇല്ല. എന്തുകൊണ്ട്? മദ്ഹബിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നബി മുമ്പിലുണ്ട്, ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ സ്വഹാബത്തുണ്ട്. അസ്ഹാബി കന്നുജും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. എന്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. അതിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ വിജയത്തിന്റെ സോപാനങ്ങളിലാണ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നബിയുടെ കാലത്ത് പിന്നെ സ്വഹാബത്തിന്റെ ആവശ്യമുണ്ടായി. സ്വഹാബത്തിലോട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇന്ന നിലക്കാണ് നബിയെ വായിക്കാൻ ഒരു പുസ്തകത്തിന്റെ ആവശ്യമായില്ല. പക്ഷെ പിൽക്കാലത്ത് പല വിഷയങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ പിന്നെ ഇത് സംബന്ധമായ മദ്ഹബ് രൂപപ്പെടേണ്ടി വന്നു. അതിനൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളെ ഈ നിരക്കുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി ഈ രാത്രിയെ ഉപയോഗപ്പെടുത്തണം. ഈ രാത്രിയുടെ ഏറ്റവും, ഈ മാസത്തിന്റെ പ്രത്യേകത പുണ്യ നബിയുടെ ഏറ്റവും. അതുകൊണ്ടാണ് ശഅബാൻ ശുഹരീന എന്റെ മാസമാണ്. എന്താ നബിയുടെ മാസം എന്ന് പറഞ്ഞാൽ? നബിയോട് അത്രയും വലിയ അടുപ്പം കാണിച്ചിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മാസം. അതായത് ബൈത്തുൽ മുഖദ്ദസ് കഅബയിൽ നിന്ന് തെറ്റി ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബ്ല മാറ്റി 10, 16, 17 വർഷത്തോളം നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. പക്ഷെ നബിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങോട്ടൊക്കെ തിരിയാൻ, കഅബയിലേക്ക് തന്നെ തിരിയാൻ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് മാറി ഖിബ്ല, അങ്ങോട്ട് തന്നെ മാറി കഅബയിലേക്ക് തന്നെ തിരിയണം എന്നാണ് നബിയുടെ ആഗ്രഹം. ആ ആഗ്രഹം ഇങ്ങനെ വെക്കുമ്പോ ഒരു വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ പുണ്യനബി ആകാശത്തേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കും. ജിബ്രീൽ വരുന്നുണ്ടോ, വഹി വരുന്നുണ്ടോ, ഖിബ്ല മാറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കും. ആ ഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയെ, അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഉയർന്നത് നാം കാണുന്നുണ്ട്. നബിയെ, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയെ, ജിബ്രീൽ വരുന്നുണ്ടോ, ഖിബ്ല ഒന്ന് കഅബയിലേക്ക് തന്നെ മാറുമോ എന്നാഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ആകാശത്തേക്ക് നോക്കുന്നത് ഖദ് നറാ നാം കാണുന്നുണ്ട്. നബിയെ, അതുകൊണ്ട് ഫവല്ലി വജ്ഹക ഖിബ്ലതൻ തർദാഹാ, അങ്ങ് ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞോളൂ, കഅബയിലേക്ക് അങ്ങയുടെ മുഖം തിരിച്ചോളൂ എന്ന് പറഞ്ഞ് പുണ്യ നബിക്ക് സന്തോഷം നൽകുന്ന മാസമാണ്. ഈ മാസത്തിന് അത്ര വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് കറാഹത്തിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാവിൽ, തിങ്കളാഴ്ചയാണ് ആ രാവിൽ, ചൊവ്വാഴ്ചയാണ് അതിന്റെ നോമ്പ്, ഇങ്ങനെ ഒരു രാവിൽ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. മരിച്ചുപോയ മുഅ്മിനീങ്ങളെ പോയി സിയാറത്ത് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലുള്ളതല്ല, നമ്മുടെ നാട്ടിൽ ബറാഅത്തിലാകുന്ന എല്ലാവരും മരിച്ചുപോയവരുടെ ഖബർ സന്ദർശിക്കുന്ന ഖബർസ്ഥാനിലൊക്കെ ലയിക്കുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടല്ലേ? നല്ല കാര്യമാണ്, അത് നബിതങ്ങളുടെ ശരിയാണ്. അപ്പൊ നബിതങ്ങൾ അങ്ങനെ ജന്നത്തുൽ ബഖീയിൽ സന്ദർശനം, അവിടെ സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവി രാത്രി ഉറക്കത്തിൽ തപ്പി നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നില്ല. പേടി ഇറങ്ങി നോക്കുമ്പോ ഫഅത്വാല ഫസല്ലാ ഫഅത്വാല സുജൂദ്. ജന്നത്തുൽ ബഖീയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. ഫഅത്വാല സുജൂദ്, നബി തങ്ങളുടെ സുജൂദ് ദൈർഘ്യമായിട്ടുണ്ട്. ഹത്താ വലന്തു അന്നഹു ഖദ് ഖുബിളാ, നബി വഫാത്തായി പോയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്ന വിധം നബി തങ്ങൾ സുജൂദിൽ സുദീർഘമായ സമയം കടന്നുപോയി. ഞാൻ വിചാരിച്ചു നബി വഫാത്തായോ എന്ന്. ഹത്താ ഹറകത ഇബ്ഹാമഹു, നബി തങ്ങളുടെ പെരുവിരൽ തള്ളവിരൽ ഇളകുന്നത് ഞാൻ കാണുന്നത് വരെ. അത് കണ്ടപ്പോൾ മനസ്സിലായി നബി വഫാത്തായിട്ടില്ല. ആ സമയത്ത് നബി നിസ്കാരം കഴിഞ്ഞ് എന്നെ കണ്ടു. എന്നോട് ചോദിച്ചു, യാ ആയിഷ, ആ വിളി വളരെ രസകരമായ വിളിയാണ് നബി വിളിക്കുന്നത്. യാ ഹുമൈറ, അറബി വ്യാകരണം അറിയുന്നവർക്കറിയാം. തസ്ദീർ എന്ന് പറഞ്ഞാൽ ചെറുതാക്കി വിളിക്കുക. സുന്ദരിക്കുട്ടിയും കുഞ്ഞി സുന്ദരിക്കുട്ടിയും പല്ലിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു. കൊച്ചു തമ്മാടി, ഫാസിക്കാർ തമ്മാടി,
വയസ്സിക്കാത്ത കൊച്ചു തമ്മാടിയാണ് പല്ലി. ഇബ്രാഹിം നബിയുടെ ഇത് ഉദാ നോക്കിയാകാറില്ല. അതേപോലെ നബി പറയാം, ഓ സുന്ദരി മോളെ, സുന്ദരി കുട്ടി, ഓ കുഞ്ഞി മോളെ, പുണ്യ നബി അങ്ങയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ മോളെ നിന്നെ വഞ്ചിച്ചു എന്ന് നീ കരുതിയോ? രാത്രി കാണാതാവുമ്പോ അങ്ങനെയല്ലേ, ഭർത്താവിനെ അടുത്ത് കണ്ടിട്ടില്ലേ, പിന്നെ എന്താ കഴിഞ്ഞത്? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, നബിയെ ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ല. പക്ഷേ അങ്ങയുടെ നിസ്കാരത്തിൽ അങ്ങ് സുദീർഘമായി കടന്നു പോയപ്പോ ഞാൻ അങ്ങ് വഫാത്തായി പോയോ എന്ന് ചിന്തിച്ചു പോയി നബിയേ. അങ്ങനെ ഞാൻ കരുതി പോയി നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ അതദ്രി അയ്യി ലൈലത്തിൻ ഹാദിഹി, ഇതേതാണ് രാത്രി എന്നറിയുമോ ആയിഷ? ഈ രാവിന്റെ പ്രത്യേകത അറിയുമോ ആയിഷ? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഇല്ല നബിയേ ഇല്ല. ഹബീബായി തങ്ങൾ പറയുന്നു, ഹാദിഹി ലൈലത്തുൽ നിസ്ഫു മിന ശഅബാൻ, ഇത് ശഅബാൻ പകുതിയുടെ 15ന്റെ രാവാകുന്നു. ഈ രാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ അടിമകളിലേക്ക് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരും പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകളോട് അത്രയും അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് അല്ലാഹു വിളിച്ചു പറയുമത്രേ, അലാ മിൻ മുസ്തഗ്ഫിർ ഫഅഗ്ഫിർ ലഹു, ഈ രാത്രി ആരെങ്കിലും എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ അവന് പുറത്തു കൊടുക്കും. ആരാണ് പാപമോചനം തേടാനുള്ളത്? അലാ മിൻ മുസ്തഗ്ഫിർ ഫഅർസുഖഹു, ഈ രാത്രി ആരെങ്കിലും എന്നോട് വിഭവങ്ങൾ തേടിയാൽ അവന് വേണ്ട വിഭവങ്ങൾ ഞാൻ ഒരുക്കി കൊടുക്കും. അലാ മിൻ മുബ്തലിൻ ഫഅആഫിയഹു, ഈ രാത്രി ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, രോഗങ്ങൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, ബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഫഅആഫിയഹു, ഞാൻ അവന് പരിഹാരം നൽകുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ രാവ് ഉപയോഗപ്പെടുത്താനാവണം. ഈ രാവുകൾ വെറുതെ അങ്ങനെ തീർന്നു പോകരുത്. എല്ലാ ദിവസവും കഴിയുന്ന പോലെ കഴിഞ്ഞു പോകരുത്. നമ്മൾ റമദാനിലേക്ക് വരികയാണ്. ആകാശത്ത് വസന്തത്തിന്റെ പൂനിലാവ് കൊഴുക്കുകയും ഭൂമിയിൽ ആ വസന്തത്തിന്റെ ഋതുക്കൾ വരികയും ചെയ്യുന്ന വസന്തകാലം റമദാൻ. ആ റമദാൻ ആഗ്രഹിക്കുന്നവരാണ്. ചില ഇമാമികളൊക്കെ ശഅബാനിൽ കച്ചവടം ചെയ്യുന്ന പലരും കച്ചവടം കൂടി ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് റമദാന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുക. അതുകൊണ്ട് റമദാന് വേണ്ടി തയ്യാറാവുക. ബറാഅത്തിലാൽ പ്രാർത്ഥന നിർഭയമായി. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഒന്ന്, ഈ ബറാഅത്തിലാവ്, ഈ പവിത്രമായ രാത്രികളൊന്നും കരകരമാവാത്ത 5 വിഭാഗമാണ്, 6 വിഭാഗം ആളുകളുണ്ട്. അവർക്ക് ബറാഅത്തിലാവിന്റെ പുണ്യല്ല, അവർക്ക് ഇൽമിന്റെ മജ്ലിസിന്റെ പുണ്യല്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? ഈ സ്വഭാവവിശേഷം അവരിലുണ്ടായതുകൊണ്ട്. ഒന്ന്, മുശ്രിക, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യലാണ്. മറ്റൊന്ന് മുശാഹിന, വിദ്വേഷം, പരസ്പര വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തണം. എന്നോ കാലത്തുണ്ടായ വിഷയം ജീവിതകാലം മുഴുവൻ ആ പക അത് കൊണ്ട് നടക്കുക. അത് വിശ്വാസികൾക്ക് ചേർന്ന പണിയല്ല. അവരുടെ ഇബാദത്തുകൾ അല്ലാഹുവിന് വേണ്ട, അവരുടെ നോമ്പോ, അവരുടെ സക്കാത്തോ, അവരുടെ ഹജ്ജോ അല്ലാഹുവിന് വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇബാദത്ത് അല്ലാഹു നൽകിയത്? ഇബാദത്തുകളൊക്കെ ഒരു മനുഷ്യനെ അവരെ മനുഷ്യനായി ക്രമീകരിക്കാനാണ്. എല്ലാ ഇബാദത്തും നിസ്കാരത്തിനാ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം ഫഹ്ശാഇ മുൻകറിനെ തൊട്ട് തടയണം. എന്താ ഫഹ്ശാ? എല്ലാ മോശമായ ചെയ്തികളും, എല്ലാ വിദ്വേഷങ്ങളും, എല്ലാ വെറുപ്പും, എല്ലാ പകയും, എല്ലാ ശാസ്ത്രവും, ശത്രുതയും, ഇതിൽ നിന്നെല്ലാം നിസ്കരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരാൾക്ക് നിസ്കാരമുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, കേട്ടോ, ബാക്കിയുള്ള കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ കുറ്റം പറയുന്നു, കുറവ് നോക്കി നടക്കുന്നു. എന്നാൽ നിസ്കാരം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു ചില നിസ്കാരക്കാരൻ,
സ്വലാത്തിഹിം സാഹൂൻ, അവർ അശ്രദ്ധമായി നിസ്കരിക്കുന്നവരാണ്. അല്ലദീന ഹും യുറാഊൻ, അവർ ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു. വയംനഊനൽ മഊൻ, ആ ആയത്തുകൾ ഗൗരവത്തിലെടുക്കണം. ഇതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒന്ന്, ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നവർക്ക് നാശം. പിന്നെയോ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം, അശ്രദ്ധരായി നിസ്കരിക്കുന്നവർക്കും നാശം. ഇനി നോക്കൂ നിങ്ങൾ, വയംനഊനൽ മഊൻ, അവർക്കും നാശം. എന്താണ്? ഒരു കൊച്ചു നന്മ പോലും ഒരു നാട്ടിൽ പ്രോത്സാഹിപ്പിക്കാതെ പോകുന്നു. എല്ലാ നിലക്കും എല്ലാത്തിനും ഇടപോലും ഒരു നന്മയും പ്രോത്സാഹിപ്പിക്കാതെ പോകുന്നവരുടെ നിസ്കാരത്തിനുള്ള കാര്യമില്ല. അപ്പോ എല്ലാ നന്മകളോടും ചേർത്ത് നിൽക്കുന്നവരാണ് വിശ്വാസം. അങ്ങനെയുള്ള വേണ്ടത് നിസ്കാരമാണ് വേണ്ടത്. അതാണ് നിസ്കാരം. ഇതാണ് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല الظهر والعمل به فليس لله حاجته أن يترك طعامه وشرابه أو كما قال رسول الله صلى الله عليه وسلم. ഒരാൾ അയാളുടെ മോശം സംസാരം ഒഴിവാക്കുന്നില്ല, കുറ്റവും കുറവും പറയുന്നത് നിർത്തുന്നില്ല, ഗീബത്തും നമീമത്തും നിർത്തുന്നില്ല, പിന്നെയോ അവൻ പട്ടിണി കിടക്കുന്നു എന്ന് വന്നാൽ അല്ലാഹുവിന് അവന്റെ നോമ്പിലേക്ക് ഒരു ആവശ്യവുമില്ല. അപ്പൊ നോമ്പ് നോക്കുന്നവന്റെ നോമ്പ് ശരീരം ഒട്ടാകെ വേണം. അവന്റെ നാവിന് നോമ്പ്, കണ്ണിന് നോമ്പ്, മനസ്സിന് നോമ്പ്, എല്ലായിടത്തും നോമ്പ്. ഹജ്ജ് ചെയ്യുന്നവർക്ക് പറഞ്ഞു, ഒരാൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിനാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കണം. കാരണം ഇബാദത്തുകൾ പലപ്പോഴും ഹജ്ജിന് പോകുന്നവർക്ക് ഇബാദത്തുകളൊക്കെ അമീറന്മാർ പറഞ്ഞുതരും, അതൊക്കെ നടക്കും, ഹജ്ജും ഉംറയും അതൊക്കെ നടക്കും. പക്ഷെ ഈ മൂന്ന് കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർ ഹജ്ജ് കൊണ്ടും കാര്യമില്ല. ഒന്ന് റഫസ്, ഫുസൂഖ്, ജിദാൽ, പരസ്പരമുള്ള വിദ്വേഷം, എല്ലായിടത്തും ഇത് തന്നെ മെയിൻ. റഫസ് ലൈംഗികമായ ഒരു ചിന്ത പലപ്പോഴും അങ്ങനെ നടക്കുന്നു. ആ പരിശുദ്ധമായ ഭൂമിയിൽ പോലും ആ നിലക്കുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന വാർത്തകൾ കേൾക്കാറുണ്ട്. അത്തരം ചിന്തകളുണ്ട്. വലാ ജിദാൽ, അതും ശ്രദ്ധിക്കേണ്ടതാണ്. തർക്കിക്കുക, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കാണ്. ഒന്നിച്ചു പോകുന്ന ആൾക്കാരുമായിട്ട് പ്രശ്നം. അങ്ങനെ വന്നാൽ അവരെ ഹജ്ജോ അവരെ ഉംറയോ ഒന്നാമത്തെ ആവശ്യം. സ്വതക്ക ചെയ്യുന്നവർക്ക്, സകാത്ത് ചെയ്യുന്നവർക്കും അല്ലാഹു പറഞ്ഞു ഫലാ യമുന്ന വലാ യുദി, എടുത്ത് ഇങ്ങനെ കൊടുത്ത് എടുത്തു പറയാം, ഞാനേ നമ്മളാണെന്ന് സഹായിച്ചത്, നമ്മൾ ഉസ്താദിന്റെ ഊരിൽ ഞങ്ങൾ പിന്നെ ആകെ പറഞ്ഞു നടക്കുക. മുമ്പേ കോവിഡ് സമയത്ത് ചില ഉസ്താദന്മാർക്ക് ഫോൺ കൊടുക്കുന്നത്, ഇവർ പിന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇവർ കൊടുത്താൽ അറിയിക്കുന്നത്. പിന്നെയോ പിന്നെ പിന്നെ മിന്നത്തുണ്ടാവും, കടപ്പാടുണ്ടാവും. പിന്നെ ഉസ്താദ് ഇവരെ കാണുമ്പോൾ ഇങ്ങനെ ബഹുമാനിക്കണം. കാരണം ഇയാൾ അന്ന് 500 തന്നതാണ്, ഇയാൾ അന്ന് 1000 തന്നതാണ്. കടപ്പാട് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ സ്വതം ചെയ്യുന്നതെങ്കിൽ ആ സ്വതത്തെ കൊണ്ട് കാര്യമില്ല. അതാ പറഞ്ഞ ഏത് ഇബാദത്തും അല്ലാഹു വെച്ചത് ഒരു മനുഷ്യനെ മാനുഷികമായ അവന്റെ ഉത്തരവാദിത്തത്തിൽ വാർത്തെടുക്കാൻ വേണ്ടി. നിസ്കാരം വേണ്ടി, നോമ്പങ്ങനെ. അപ്പൊ നോമ്പിലേക്ക് ഒരു വിശ്വാസി വരുമ്പോ അവന്റെ നോമ്പ് സ്വീകരിക്കാൻ, അവന്റെ ഈ ബറാഅത്തിലാവ് സ്വീകരിക്കാൻ അവനിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ക്വാളിറ്റിയാണ് മുശാഹി, എപ്പോൾ വിദേശം വെച്ച് നടത്തുന്നത്. മൂന്നാമത്തത് റഹീം, കുടുംബബന്ധം മുറിക്കുക. ചെറിയ അതിർത്തി പ്രശ്നം, അരസെന്റിന്റെ പ്രശ്നം, ആ പ്രശ്നത്തിന്റെ പേരിൽ സഹോദരന്മാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കാതെ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയും അങ്ങനെ അവൻ മരിച്ചു പോവുകയും ചെയ്താൽ അവന്റെ ഇബാദത്തുകൾ അല്ലാഹുവിന് വേണ്ട. അവനുള്ളിടത്തേക്ക് റഹ്മത്തിന്റെ മാലാഖമാർ വരില്ല. കുടുംബം മുറിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു മുസ്ലിം വസ്ത്രം ശരിയാണിട്ടതായ ഒളിച്ചയക്കുന്നവർ. പിന്നെയും പറഞ്ഞു ആക്കിൽവാലിനെയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ. പിന്നെയും പറഞ്ഞു മുസ്ലിങ്ങൾ കള്ളുകൂടിയന്മാർ. കള്ളുകൂടി എന്ന് പറയുമ്പോൾ ചിലർക്ക് കള്ളുകൂടി ഉണ്ടാവില്ല, എന്നാൽ കഞ്ചാവ് വെച്ചാൽ കുഴപ്പമില്ല. എല്ലാം ശരീരത്തെ വസ്താക്കുന്ന എല്ലാം നമ്മളറിയാതെ തന്നെയും അതെല്ലാം ആ വിഷയങ്ങളെല്ലാം അതിൻ്റെയൊക്കെ ജീർണതകൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ വളർന്നു വരുന്നു. അല്ലാഹു കാക്കട്ടെ. വഴക്കാനല്ലാതെ കഴിയാത്ത ഒരു കാലാണ്, തിരിച്ചറിയാൻ പറ്റാത്ത. മുമ്പ് അതേപോലെ നമ്മുടെ നാട്ടിലൊരു സ്റ്റാഫ് അയാൾ നാട്ടുകാരോടൊക്കെ ഭയങ്കര ബന്ധമായി. അങ്ങനെ എല്ലാവരും ഒരു ദിവസം പള്ളി നോക്കുമ്പോൾ ഒരു പൊതി കഞ്ചാവ് അടിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചിട്ട് പോകാൻ വിചാരിച്ച ഒരാൾ സൈഡിൽ വെച്ചാണ്.
നിസ്കരിക്കുന്നു ആളുകൾ, എന്നിട്ട് എല്ലാം ചെയ്യുന്നു, എല്ലാ ഇബാദത്തും ചെയ്യുന്നു, എന്നിട്ട് എല്ലാ അധാർമികതയിലൂടെയും നടത്തുന്നു. വല്ലാത്തൊരു കാലം. അതുകൊണ്ട് ഞാൻ ഉണർത്തുന്നു, റമദാനിലേക്ക് വരുമ്പോ റമദാൻ നമുക്ക് അല്ലാഹു നൽകിയത് എന്തിനാണ് റമദാൻ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് റമദാൻ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഈ നോമ്പ് നാം നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ്. ആരാണ് മുത്തഖി? ആരാണ് മുത്തഖി? നമ്മൾ അത് ചർച്ച ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഈ റമദാനിലേക്ക് വരുമ്പോൾ ഈ സ്വഭാവ വിശേഷണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ഖുർആനിൽ ഒരു 3 വിശേഷണങ്ങൾ മുത്തഖീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു 4 വിശേഷണങ്ങൾ മുത്തഖീങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഉറങ്ങുന്നില്ല? പിന്നെ ഇതേപോലെ മൂലയിൽ വേദ പറയാൻ അയാൾ ഇങ്ങനെ കണ്ണടച്ച് വേദ പറഞ്ഞു. ഞാനതോടെ കണ്ണടച്ചിട്ട് ഉറങ്ങിപ്പോയാൽ അയാൾ കണ്ണടച്ച് വേദ കണ്ണുറങ്ങുമ്പോൾ 3 ആളുകൾ വരും, എല്ലാവരും പോയി. ഇയാൾ ചോദിച്ചത് എന്താ, നിങ്ങൾ അറിഞ്ഞെങ്കിൽ സ്റ്റേജ് മൈക്കൂരിൽ പോയി നമ്മളിതിൻ്റെ ആൾക്കാരാണ്. അതോടെ ഉണ്ടാവുന്ന പ്രവർത്തനം. മുത്തഖീങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ വിശേഷണം മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഖൗഫു മിനൽ ജലീൽ. ഏകാന്തമായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏകനായ റബ്ബിനെ കുറിച്ചുള്ള വിചാരം ഉണ്ടാവണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ റബ്ബിനെ ഓർക്കണം. എല്ലാവരും ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ ഓർക്കാൻ വലിയ വഴിയില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ റബ്ബിനെ ഓർക്കണം. നമ്മള് വണ്ടി ഓടിക്കാൻ ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടും. എന്താ ക്യാമറയിൽ പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികൾ നമ്മൾ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ച് കളിച്ച് അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മാറ്റി വെക്കും. പക്ഷേങ്കിൽ ഇതെല്ലാം കാണുന്ന ഒരു റബ്ബില്ലേ, ഈ കുട്ടിയേക്കാൾ ഇതെല്ലാം നിരീക്ഷിക്കുന്ന ഒരു റബ്ബ്, ആ റബ്ബ് തന്നെ നിരീക്ഷിക്കുന്നു എന്ന വിചാരം വേണം. അതുകൊണ്ടാണ് അർശിന്റെ തണലുള്ള വിഭാഗത്തിൽ ഒന്ന് പറഞ്ഞത്, റജുലുൻ ദഅത് ഇംറഅതുഹു ദാതു മൻസിബിൻ വജമാൽ. ഭംഗിയും തറവാടിത്തവുമുള്ള ഒരു പെണ്ണ് ഒരാളെ വിളിക്കുകയും അവൻ പറയുകയും ചെയ്ത പുരുഷൻ, ഇന്നി അഖാഫുല്ലാഹ്, മോളെ എനിക്ക് അല്ലാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞ പെണ്ണും എന്ന് പറഞ്ഞ പുരുഷനും നാളെ അർശിന്റെ തണലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ആണാവണമെന്നില്ല, പെണ്ണോ. അത് ഈ കാലത്ത് ഇങ്ങനെ വിളിക്കാന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഹായ് ഉടനെ ബ്ലോക്കാക്ക. അതാ ഇത് പറയാൻ പറ്റണ ഒരു അപരിചിതൻ ഹായ് ഫ്രീ ആണ്, ഉടനെ ബ്ലോക്കാക്കിയാൽ അവനാണ് ജീവൻ, അവളാണ് ഇവൻ. പ്രത്യേകിച്ച് ഈ കാലത്ത് പെൺകുട്ടികളൊക്കെ അങ്ങനെ എല്ലാം പ്രദർശിപ്പിച്ച് നടക്കണമെന്നാണ്. എല്ലാം പ്രദർശിപ്പിച്ചാലേ പുരോഗമനവും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സൽക്കാരങ്ങൾ എല്ലാം ആഭാസമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറ്റാതെ നിങ്ങളൊരു മരുക്കാട്ടി ഒറ്റപ്പെട്ടു പോയ പോലെ ഇങ്ങനെ നിൽക്കണം എന്നല്ല. കല്യാണങ്ങളിൽ ആഘോഷങ്ങളുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, ദഫൂട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. നബിതങ്ങൾ തന്നെ ആയിഷ ബീവിയുടെ ഒരു അടിമപ്പെട്ടിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ തന്നെ ചോദിച്ചു, ആയിഷ പാട്ടുപാടിയിരുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ? നമ്മൾ പറഞ്ഞില്ല, അവരൊന്നും ഉണ്ടായില്ല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ ആയിഷ പാട്ടൊക്കെ വേണ്ടേ കല്യാണത്തിന്? നബി ഒരു പാട്ട് പാടിക്കോട്ടെ, ഇത് പച്ച മലയാളത്തിലേക്ക് പറഞ്ഞാൽ നോക്കിയത് അതൈന, നമ്മൾ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നേ, ഞങ്ങൾ ഇതാ വരുന്നേ, ഇതെല്ലാം ഉണ്ടായിരുന്നു. നബി പറഞ്ഞു, നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തും, മസ്ജിദ് പള്ളിയിൽ വെച്ചാൽ നിങ്ങൾ ദഫ് കൊട്ടു. പക്ഷെ ഇത് പറയാൻ പോലെ ദഫ് കൊട്ടു എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ബാൻഡും മേളം എല്ലാം ഹലാലാക്കും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടായിരുന്നു ഈ മതത്തിൽ. എല്ലാം ഒരു പരിധിയിൽ വെച്ച് ചെയ്യാനും പഠിപ്പിച്ചു. എല്ലാം അല്ലാതെ നിങ്ങൾ ഒറ്റക്ക് നിക്കാഹാണ് ഒറ്റ പോക്ക് പോകണം എന്നല്ല. അതിൽ നിങ്ങൾക്ക് ചെറിയ രൂപത്തിലൊക്കെ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ അത് പരിധി വിട്ട്
വിട്ട് കിടക്കുകയാണെന്ന്, പരിധി വിട്ട് കിടക്കണം. ചിലപ്പോഴൊക്കെ എൻ്റെ ഉമ്മമാർക്ക് ഇതൊന്നും പാടില്ല, ഇത് പരിധി വിട്ട് കിടക്കുന്നു, നിയന്ത്രിക്കണേ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അവരുടെ ഭാര്യ, മക്കൾ അയാൾ മുദ്രവെക്കും. നിങ്ങളൊരു പഞ്ചനാണ്, അയാൾ ഓർത്തഡോക്സ് ചിന്താഗതിക്കാരനാണ്, അങ്ങനെ മുദ്രവെക്കും എന്ന് വിളിച്ചിട്ട് ഈ വാപ്പ ഒരു ശണ്ടന പോലെ, അങ്ങനെ പറയുന്നത്, ഒരു ശണ്ടന പോലെ നിന്ന് കൊടുക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ വിഷയങ്ങളിൽ സംസാരിക്കുന്നത് പോയ ബസ്സിന് കൈകാട്ടുന്നത് പോലെയാണെന്ന് എനിക്കറിയാം. കാരണം അത്ര വലിയ ജീർണത നമ്മുടെ വിവാഹങ്ങളിൽ, ആഘോഷങ്ങളിൽ നടന്നു കഴിഞ്ഞു. ഇന്നുള്ളതിനേക്കാൾ ഒരു നല്ല നാളെ ഉണ്ടാവും എന്ന പ്രതീക്ഷയും എനിക്കില്ല. അതെല്ലാം മുൻനിർത്തി തന്നെയാണ് പറയുന്നത്. നിയന്ത്രിക്കാനാവും, മടങ്ങാൻ കഴിയണം, റബ്ബിലേക്ക് മടങ്ങാനാവും. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ. അത്ര വലിയ ജീർണത ഉണ്ടായിരുന്നു. എന്തെല്ലാം പേക്കൂത്തുകളും ആഭാസങ്ങളും നടത്തുന്നു. ഞാൻ എൻ്റെ ഉപ്പമാരോട്, എൻ്റെ ഉമ്മമാരോട് പറയുന്നു, സ്വന്തം മക്കളെ വിവാഹം കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ രാത്രി കഴിയുമ്പോൾ ആ രാത്രിയിൽ അല്ലെങ്കിൽ അന്നത്തെ നിക്കാഹിന്റെ സദസ്സിൽ തന്നെ നാം ഉയർത്തുന്നത് എന്താണ്? അല്ലാഹുമ്മ അൽബിഫ് ഹാദൈനി സൗജൈൻ കമാ അല്ലഫ്ത ബൈന നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. നബിയുടെ ഭാര്യമാരാകുന്ന മഹിളാമണികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെയും സ്വർഗീയ ജീവിതം പോലത്തെ ഒരു ജീവിതം റബ്ബേ എൻ്റെ മക്കൾക്ക് നൽകണേ എന്നാണ് ദ്വാരക്കുന്നത്. പക്ഷേ അങ്ങനെ ദ്വാരക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ രാത്രി പടച്ചവനെ എൻ്റെ കുട്ടികൾ ഈ രാത്രിയിൽ പുതിയ ഒരു ജീവിതം തുടങ്ങുന്നു, നീ അവർക്ക് നബിമാരുടെ പോലെ സ്വർഗീയമായ ജീവിതം നൽകണേ എന്ന് പറയാൻ പറ്റുന്ന എന്ത് നന്മ നമ്മുടെ നിക്കാഹിന്റെ, നമ്മുടെ വിവാഹത്തിന്റെ വേദിയിൽ ചേർന്ന് നിന്നിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ദ്വാരക്കാൻ പറ്റുന്ന നിക്കാഹും വിവാഹവും നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ അൽ ഖൗഫു മിനൽ ജലീൽ, ഏകനായിരിക്കും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. സി രാധാകൃഷ്ണന്റെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പൊന്നാനിയിലെ ചമ്രവട്ടത്ത് എന്റെ മുത്തശ്ശിയുടെ വീട്ടിലിരിക്കുമ്പോൾ എന്റെ മുത്തശ്ശി വെറ്റില വാങ്ങാൻ വേണ്ടി ചമ്രവട്ടത്ത് എന്നെ വിടാറുണ്ട്. അപ്പൊ അവിടെ ഒരു മുസ്ലിം കാക്കയാണ് വെറ്റില വെക്കാറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വെറ്റില വാങ്ങാൻ പോകും. അപ്പൊ അദ്ദേഹം ചോദിക്കും, ഏത് വെറ്റിലയാണ് വേണ്ടത്? ഈ വെറ്റിലയ്ക്ക് 2 എണ്ണം, ഇതിന് 5 എണ്ണം, ഇതിന് 7 എണ്ണം. എന്താ അതിന്റെ വ്യത്യാസം? ഈ വെറ്റില, ഈ 7 അണയുടെ വെറ്റില, ഇത് ഇപ്പോൾ കൊണ്ടുവന്ന ഫ്രഷ് വെറ്റിലയാണ്. ഇത് ഇന്നലത്തെ ബാക്കിയുള്ള വെറ്റിലയാണ്. ഇത് കുറെ മുമ്പുള്ള പഴയ വെറ്റിലയാണ്. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞു മനസ്സിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി 10 ആക്കി വിറ്റാൽ നല്ല ലാഭം ഉണ്ടാവില്ലേ? ആരും അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആരും അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇതെല്ലാം കാണുന്നുണ്ട്. അന്ന് ഞാൻ മുസ്ലിമീങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ പറയുന്നതാണ്. അതാണ് ഒരു വിശ്വാസം ഉണ്ടാവുന്നത്. ആരും കാണാത്തപ്പോ റബ്ബ് കാണുമെന്ന വിചാരം. അങ്ങനെ വിചാരപ്പെടാനാണ് നമ്മള് ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്പീക്കർ ഒട്ടിച്ച് വിൽക്കുന്നത്. അതല്ലേ നടക്കുന്നത്. എന്നിട്ടോ ആ വിറ്റയിൽ നിന്നാണ് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. എങ്ങനെ ഇതൊക്കെ ഹലാലാവും? അൽ ഖൗഫു മിനൽ ജലീൽ, ഏകനായിരിക്കുന്ന റബ്ബിനെ ഏകാന്തതയിൽ ഓർക്കുന്നവനാണ് മുത്തഖി. നോക്കൂ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടന്നു നീങ്ങുന്ന ഉമർ തങ്ങൾ ഒരു 17കാരിയായ പെൺകുട്ടിയുടെ പാട്ട് കേൾക്കുകയാണ്. ഏകാന്തമായി ഇരുളാർന്ന രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടി പാട്ട് പാടുകയാണ്. ഈ രാത്രി എന്തൊരു സുദീർഘമായ രാത്രിയാണ്. ഈ രാത്രി എന്താ
എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ കൂടെ ഇല്ലാത്തത്? ഫവല്ലാഹി ലൗലല്ലാഹി ലാ ശൈഅ ഗൈറുഹു ലഹർനാക മിൻ ഹാദാ സരീരി ജവാനിബുഹു. അല്ലാഹുവിനെ എനിക്ക് ഭയമില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ എന്റെ ഈ കട്ടിലിന്റെ 4 ഭാഗവും വിളകുന്ന വിധം ഞാൻ മറ്റൊരാളെ എന്റെ കിടപ്പറയിലേക്ക് അരമനയിലേക്ക് ആനയിച്ചേനെ. പക്ഷെ എന്താണ്, എനിക്ക് റബ്ബിനെ പേടിയുണ്ടായിപ്പോയി എന്നൊരു പെൺകുട്ടി പാടുമ്പോഴാണ്, പിന്നീടാണ് യുദ്ധങ്ങളിൽ മുസ്ലിം സൈന്യങ്ങളിൽ 4 മാസം അതിനപ്പുറം നിൽക്കരുത്, നാട്ടിലേക്ക് ഭാര്യമാരിലേക്ക് പോകണം എന്ന നിയമം വരുന്നത്, ഭാര്യമാരുമായിട്ട് അവിടെ ഇടപെടണം എന്ന നിയമം വരുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ആ ഭയം നമുക്കുണ്ടാവും. വിദേശത്താണ് നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, അവർ നമുക്ക് വേണ്ടി ചോരനീരാക്കി അധ്വാനിക്കുന്നത്. നാട്ടിലുള്ള മകനാണ്, നാട്ടിലുള്ള ഭാര്യയ്ക്ക് വേണ്ടിയാണ്. എല്ലാം കഴിഞ്ഞ് ഒട്ടിയ താടിയോവുമായി നമ്മുടെ ഭർത്താക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്നേഹത്തോടെ പരിചരിക്കാൻ കഴിയുന്നവരാണോ നീ? എന്നാൽ നീയാണ് ഉത്തമ ഭാര്യ. അങ്ങനെ നിൽക്കുമ്പോഴും റബ്ബിനെ കുറിച്ചുള്ള, ഒറ്റയ്ക്കുമ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഭയമുള്ളവർ അവരാണ് മുത്തഖീങ്ങൾ. അവരാണ് മുത്തഖീങ്ങൾ. ഈ ഭയമുള്ള ആളുകളാണ് മുത്തഖീങ്ങൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ഒന്നാമത് റമളാനിൽ നാം ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ ഗുണം അൽ ഖൗഫു മിനൽ ജലീൽ, ഏകമായി നിൽക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ഭയം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകും. മക്കയിൽ വലിയൊരു സുന്ദരി ഉണ്ടായിരുന്നു, ഭയങ്കര സുന്ദരി. അവൾ ഒരു ദിവസം കണ്ണാടിയിൽ നോക്കി, കണ്ണാടി പോയി നോക്കി, എങ്ങനെയുണ്ട്? ഒരു ബക്കറ്റ് കാര്യമായിട്ട് ചെയ്യാം, പിടിപ്പിക്കാനായിട്ട് പോകുന്ന ആളല്ല, നമുക്കറിയാം. അതായത് എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംവിധാനമാണ്. പിടിപ്പിക്കാനൊക്കെ വലിയ ആൾക്കാരുണ്ട്, അപ്പോൾ കൊണ്ടു കഴിഞ്ഞല്ല. പക്ഷേ ഇവർ പോകുമ്പോൾ പറയുന്നത് അയാൾ 30 മുതലായിരുന്നു, അയാൾ കൊടുക്കാൻ പോലും നിങ്ങളെ എനിക്ക് പൈസ നിങ്ങൾ അപ്പോൾ കാര്യമായ സംഭാവനകൾ ഇത് ദീപിന്റെ മനുഷ്യനാണ്. ഒന്നാമത്തെ ദിവസം സംഭാവന നൽകിയാലുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന എടുക്കുന്നതാണ്. ഇന്ന് സ്വർണ്ണം കൊടുത്താൽ നാളത്തെ പ്രാർത്ഥനയിൽ പെടാം, ഇന്നത്തെ പ്രാർത്ഥനയിൽ പെടാം. ഏറ്റവും പ്രധാനം പ്രാർത്ഥനകളാണല്ലോ, പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ പ്രതീക്ഷ പ്രാർത്ഥനകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് കണ്ട് ചിരിക്കുന്ന ചില സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ള അതിലൊന്ന്, ചില യുദ്ധവേളകളിലൊക്കെ നബി വിളിച്ചു പറയും, അൻസാരി സ്ത്രീകളെ വിളിച്ചു ചോദിക്കും, യുദ്ധത്തിൽ പോകാൻ നിങ്ങളുടെ കയ്യിലുള്ള വല്ലതും ഉണ്ടെങ്കിൽ തിരക്കണം. അപ്പൊ അൻസാരി സ്ത്രീകൾ അവരുടെ കയ്യും കാലും കണ്ണും എല്ലാം ദീനിന് നൽകുന്ന പറഞ്ഞാൽ കയ്യിലുള്ളത് കാലിലുള്ളത് അതിപ്പോ തരാൻ കഴിയും. 1,17,000 ഒരു പവനുള്ള 1,00,000 കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞു. അപ്പൊ നിങ്ങൾ കാര്യമായ സംഭാവന തരുന്നത് നമ്മുടെ സംവിധാനങ്ങളിൽ എല്ലാം പോകാനും എല്ലാം വേണ്ടിയിട്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ നൽകുന്ന ഓരോന്നിനും അത് 10 ഇരട്ടിയായി അല്ലാഹു തിരിച്ചു തരട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു അത് തിരിച്ചു നൽകട്ടെ. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മുടെ മുമ്പിൽ സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ ഇങ്ങനെ കുനിഞ്ഞു കൂടുമ്പോൾ ഞങ്ങൾ പല്ല് കണ്ട് ചിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നൽകുന്നത് ദീനാണ്, ഒന്നും വെറുതെയായി പോകില്ല, ജാതിയായ സ്വർണ്ണയായി വരും. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. എല്ലാ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. കുറെ മലക്കുകൾക്ക് പല ഡ്യൂട്ടിയാണ്. ഓരോ മലക്ക് വരും, എന്നിട്ട് ആ ദിവസം ആ മലക്ക് ദുആ ചെയ്യും, പടച്ചവനെ സ്വതക്ക ചെയ്തവർക്ക് നീ പകരം കൊടുക്കണേ. പടച്ചവനെ പിടിച്ചു വെച്ച് ഒന്നും കൊടുക്കാത്ത പിശുക്കന്മാർ അവർക്ക് നീ നാശം നൽകണേ എന്ന് ദുആ ചെയ്യാൻ മാത്രം മലക്കുകളുണ്ട്. അപ്പൊ അല്ലാഹു നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ, സ്വഭാവങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ചെയ്യാം. അപ്പോ മക്കയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. അവൾ ഒരു ദിവസം കണ്ണാടിയിൽ ഒന്ന് പോയി നോക്കി. കണ്ണാടിയിൽ നോക്കി. അപ്പൊ
ഒരു ഓൾക്കെന്നെ തോന്നി ഞാൻ ഭയങ്കരമാണ്. എന്നിട്ട് ഓൾ ഭർത്താവിനോട് ഇങ്ങനെ തമാശ ചോദിച്ചു, എന്റെ ഈ മുഖം കണ്ടിട്ട് ഞാനൊന്ന് വളച്ചാൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം? ആരെങ്കിലും ഒരാളുണ്ടാവും ഇത്ര സൗന്ദര്യമുള്ള എന്നെ കണ്ടിട്ട് ആ സൗന്ദര്യത്തിൽ വീണു പോകാത്ത ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ഉണ്ട്, ഞാൻ ഉണ്ട്. ആരാ? ഭർത്താവിന് അത്രയും അറിയാം, അത്രയും വലിയ വിലാസോടെ ഇന്ന് ജെറുസലേം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കണിയിലൊന്നും വീഴൂല. അപ്പോ അത്ര വലിയ, എന്നാൽ നിങ്ങൾ എനിക്ക് സമ്മതം തരൂ, ഞാൻ അയാളൊന്ന് വളച്ചോട്ടെ, നിങ്ങളൊന്ന് സമ്മതം തരൂ. അപ്പൊ ഈ ഭർത്താവിന് അത്ര വിശ്വാസത്തോട് പറഞ്ഞു, നീ പോയിക്കോ, നീ വളച്ചു. അങ്ങനെ ഇവർ ഈ പെണ്ണ് മസ്ജിദുൽ ഹറമിലേക്ക് വന്നു. അവിടെ വാസൽ കൊണ്ടിരിക്കുന്ന ഉപയോഗിക്കുന്നവരെ വിളിച്ചു. ഇങ്ങനെ കുറെ മസാലയൊക്കെ ചോദിച്ചു. അങ്ങനെ ഉണ്ടായാലും ആദ്യം വാസൽ മസാല ചോദിക്കുന്നത്, പിന്നെ അത് മസാലയിൽ എത്തലാണ്. അപ്പൊ ഇങ്ങനെ മസാലയൊക്കെ ചോദിച്ച് മസ്ജിദുൽ ഹറമിന്റെ ഒരു മൂലയിലെത്തി. വേറെ ആരും കാണാനില്ലാത്ത ഒരു മൂലയിലെത്തിയപ്പോ ഈ പെണ്ണ് തന്റെ മുഖമൊക്കെ പൊക്കി. അവളുടെ മുഖമൊക്കെ പൊക്കി. പൂർണ്ണ സൗന്ദര്യമുള്ള പെണ്ണാണ്, സുന്ദരിയുടെ നിന്റെ മുഖമൊക്കെ ഒന്ന് താഴ്ത്തിയിടണേ മോളെ. അവള് പറഞ്ഞു, ഞാൻ അങ്ങയുടെ സൗന്ദര്യത്തിൽ വീണുപോയി, എന്റെ ആഗ്രഹം ഒന്ന് നിറവേറ്റി തരുവോ? നമ്മൾ പറഞ്ഞു, അതേ, എന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം. പക്ഷേ അതിന്റെ മുമ്പ് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കട്ടെ. ലൗ അന്ന മലക്കൽ മൗതി അതാകി ലിയഖ്ദിറ റൂഹി അകാന യസുറുകി അൻ യഖ്ദി ലകി ഹാദിഹിൽ ഹാജ. ഈ ദിവസം ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റി തരാൻ വേണ്ടി പോകുമ്പോൾ മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റി തരണോ മോളെ? ഈ പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ, വേണ്ട, ഒരു പ്രതീക്ഷിക്കുന്നില്ല. നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം. പക്ഷെ ഇപ്പൊ മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ അപ്പോഴും ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റി തരണോ? അല്ലാഹുമ്മ ലാ, വേണ്ട. പിന്നെ ഇങ്ങനെ ഖബറിനെ കുറിച്ച്, അദാബിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് തങ്ങൾ ഓർമ്മപ്പെടുത്തി. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് ആ ഭർത്താവ് പറയുന്നു, മാലി വലി ഉബൈദ് ബിൻ ഉമൈർ അഫ്സദ അല ഇംറഅതി. എന്താ ഉബൈദ് ബിൻ ഉമൈർ കാട്ടി? മാലി വലി ഉബൈദ് ബിൻ ഉമൈർ, എന്തൊരു പണിയായി ഉബൈദ് ബിൻ ഉമൈർ എടുത്ത്? അഫ്സദ അല ഇംറഅതി, എന്റെ പെണ്ണിനെ നശിപ്പിച്ചു. എന്താ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവിനെ കിട്ടുന്നില്ല. ഓരോ ഭയങ്കര നിസ്കാരം, ഫുള്ള് നോമ്പ് വിവാദമായി, അങ്ങനെ മാറി. ആ പെണ്ണിന്റെ ഉള്ളിലുള്ള ആ ഉബൈദ് ഉമൈർ തങ്ങളുടെ ഉള്ളിലുള്ള ഈമാന്റെ പേരാണ് അൽ ഖൗഫു മിനൽ ജലീൽ. ഏകാന്തതയിൽ ആരും കാണാതിരിക്കുമ്പോ അല്ലാഹ് കാണുന്നു എന്ന വിചാരം. അതാണ് മുത്തഖീങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ വിശേഷം. രണ്ടാമത്തെ ഉബൈദ് ഉമൈർ, രണ്ടാമത്തെ അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മുഅ്മിൻ ഉണ്ടാവേണ്ട രണ്ടാമത്തെ, മുത്തഖീക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. അത് ഇല്ലാതെ പോയതാണ്. കാരണം എന്താ, അയലോക്കത്തെ വീട് കുറച്ചൊന്ന് വലുതാക്കി അവിടെ ഒരു കാർ എടുത്തു. അപ്പൊ പറയും, നിങ്ങൾ എങ്ങനെ ഇരുന്നോ, നോക്ക്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉള്ളതെല്ലാം വിറ്റ് വെക്കുന്നു, ലോൺ എടുക്കുന്നു, കടം വെക്കുന്നു, പലിശയുമായി ബന്ധപ്പെടുന്നു. എത്രത്തോളം താലിമാല മഹർ വരെ വിറ്റ് വരച്ച് അവസാനം ഇയാൾ ഗൾഫിൽ പോകുന്നു. എല്ലാം വിറ്റ് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പറ്റും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നിനക്കുണ്ടോ? നീയാണ് ഏറ്റവും വലിയ ധനികൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഓടിക്കോളൂ, ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കോളുക. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർഫിഹി
സൗകര്യത്തോടുകൂടെ അന്തി ഉറങ്ങാനുള്ള ഒരു വീട് നിനക്കുണ്ടോ? കാറ്റും മഴയും വെയിലും കൊള്ളാതെ താമസിക്കാൻ പറ്റുന്ന ഒരു ഭവനം നിനക്കുണ്ടോ? നിനക്ക് നിന്റെ ശരീരത്തിന് ആഫിയത്തുണ്ടോ? ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ള വിഭവം ഇന്നത്തേക്ക് ആവശ്യമുള്ള അതുണ്ടോ? എന്നാൽ നീ സമ്പന്ന. അതുണ്ടാക്കാൻ നീ ഒഴുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അവസാനം ഈ വെട്ടിപ്പിടിക്കലൊക്കെ 10 കിട്ടിയാൽ 100 മതിയെന്നും 100 കിട്ടിയാൽ 1000 മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോ ആയുധാമെങ്കിലും ആശ്ചര്യമുണ്ട്. 10 കിട്ടിയാൽ 100 കിട്ടിയാൽ 1000, പിന്നെ എത്ര കിട്ടിയാലും മതിയാവാതെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ജീവിതം നമ്മളെ പോലെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ജീവിതം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത് മരിച്ചു പോകണം എന്നൊരു ചിന്തയില്ലാതെ പിന്നാലെ ഓടാണ്. കുറച്ചൊന്ന് നിസ്കരിക്കാൻ, ഒന്ന് പള്ളിയിൽ വരാൻ, കുറച്ചേരം പള്ളിയിൽ ഇരിക്കാൻ ഒരു പ്രായം കഴിഞ്ഞാൽ തോന്നാതെ പോകും. പള്ളിയിൽ വന്നു പോവാൻ ധൃതി പിടിക്കുന്നു. ഈ ധൃതി നിന്റെ ജീവിത ശാപമായി മാറുന്നതാണെന്ന് താക്കീതേ നബിയെന്ന്. പള്ളിയിലെത്തിയാൽ ഏറ്റവും ലാസ്റ്റ് എത്താം, എന്നാലും ഏറ്റവും ഫസ്റ്റ് പോകേണ്ടതൊക്കെ ജുമാക്ക് ഏറ്റവും അവസാനം എത്തി. എത്താനോ വൈകിപ്പോയി, എന്നാൽ പോകാൻ എന്തായാലും വൈകരുത് എന്നാണ് നമ്മളെ കാഴ്ചപ്പാട്. എത്താൻ വൈകി, പോകാൻ എന്തായാലും വൈകരുത്, വേഗം പോകണം. ഈ ധൃതിയാണ്, ഈ ധൃതി എന്നിട്ട് ഒന്നും നേടാതെ പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് ഒന്ന് അവസാനിപ്പിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണെന്ന് യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കും. പൃഥ്വിനോടുള്ള ചോദ്യം, എന്താണ് ഏറ്റവും വലിയ മഹാത്ഭുതം? യുധിഷ്ഠിരൻ പറയുന്ന മറുപടി, എന്റെ സഹോദരങ്ങളൊക്കെ മരിച്ചു കിടക്കുകയായി ചോദ്യം. ഹിമാലയം അതായത് എല്ലാ ജീവികളും ഇങ്ങനെ മരിച്ചു വെച്ചു പോവുക. മക്കളെ നമ്മളിപ്പോ കുട്ടികളെ ഭയങ്കര കുട്ടികളാണ്. നമ്മളാകാത്ത അതിനേക്കാളും കുട്ടികളാണ്. ഇവിടെ ശേഷിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഇനി സ്ഥിരമാണ്. ഹിമാശ്ചര്യം വിടംബരം, ഇതിനേക്കാൾ വലിയ ആശ്ചര്യം എന്താണ്? കാരണം എല്ലാവരും വെച്ചു പോകുന്ന കാണുമ്പോൾ മോനെ വിചാരിക്കും ഞാൻ ഇനിയും ഇവിടെ സ്ഥിരമാണ് എന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് കഴിയുന്നോ? നീയാണ് മുത്തഖീകളിലെ രണ്ടാമത്തെ ഗുണവിശേഷമുള്ളവർ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവർ. വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. വലുതിന്റെ ഇരയാവണം ചെറുത് മൃഗങ്ങളുടെ ജീവിത നിയമമാണ്. ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം, മനുഷ്യന്റെ ധർമ്മം. ചെറിയവരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് ആശ്വാസം നൽകാനാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി ഒരിക്കൽ ഗനീമത്ത് സ്വത്ത് കുറച്ച് കൂടുതൽ വന്നപ്പോ നബിയോട് പറയുന്നത്, നബിയെ ഗനീമത്ത് കുറച്ച് സ്വത്ത് വന്നല്ല, നമ്മൾ എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നമുക്ക് എടുത്തൂടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർത്താനം ഒരിക്കൽ പോയി നബി ആയിഷ ബീവിയോട് പറയാത്ത വർത്താനം, യാ ആയിഷ ഇന്നി ഉരീദു അൻ അദ്ഖുല ലകി അംറ ഫലാ തഖ്ദി ഫീഹി ശൈആ ഹത്താ തസ്തഗ്മുരി അബവൈകി. ആയിഷ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഫലാ തഖ്ദി ഫീഹി ശൈആ, നീ പെട്ടെന്ന് പെടുന്നതിനെ അതിലൊരു തീരുമാനം പറയരുത് ആയിഷ. ഹത്താ തസ്തഗ്മുരി അബവൈകി, നിന്റെ മാതാപിതാക്കളോട് കൂടിയാലോചന ചെയ്തിട്ടല്ലാതെ പെടുന്നതിനെ നീ ഒരു തീരുമാനം പറയരുതേ ആയിഷ. ഞാനൊരു കാര്യം പറയാൻ പോകും, നീ പെടുന്നതിനെ പറയരുത്, മാതാപിതാക്കളോട് കൂടിയാലോചിക്കുക. ഇങ്ങനെ വർത്താനം പറയുന്നില്ല. എന്താ നബിയെ പറയൂ? രണ്ടാമത് നബി ആവർത്തിച്ചു, മൂന്നാമത് നബി നമ്മൾ ഇത് തന്നെ പറഞ്ഞു. എന്നിട്ട് ഹബീബായി തങ്ങൾ കേൾപ്പിച്ചു,
യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദ്ന الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. ആയിഷ ബീവിയോട് നബി പറയാണ്, ആയിഷ അല്ലാഹു എന്നോട് പറയുന്നു, എന്റെ ഭാര്യമാരോട് പറയുന്നു, നിങ്ങൾക്ക് ഈ ദുനിയാവിലെ ആഡംബരവും ഇവിടുത്തെ സുഖാനുഭൂതിയും ഇവിടുത്തെ ആനുകൂല്യങ്ങളുടെ സുഖപരദീസയുടെ മെത്തയിൽ ജീവിക്കണം എന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ വരൂ, നിങ്ങളെ സുഖിപ്പിക്കാം, നിങ്ങൾക്ക് ആനന്ദം നൽകാം, നിങ്ങൾക്ക് ആനന്ദാവിവേകത്തിന്റെ ആഹ്ലാദങ്ങളുടെ തിരമാലകളുടെ ലോകത്ത് നിങ്ങളെ കൊണ്ടുപോവാം. അതാണോ നിങ്ങളുടെ ആഗ്രഹം? പക്ഷേ നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് ബാക്കിയുണ്ടാവില്ല ആയിഷ. ഇനി നിങ്ങൾക്ക് ആഖിറത്തിലാണോ വേണ്ടത്? അവിടെ സദ്വത്തരായ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു വ്യക്തമായ സ്വർഗീയ ഉദ്യാനവനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആയിഷ. ഏതാ വേണ്ടത് എന്ന് നീ സെലക്ട് ചെയ്തോ? ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു. ഈ വിഷയത്തിൽ എനിക്ക് എന്റെ വാപ്പയോടോ എന്റെ ഉമ്മയോടോ ചോദിക്കാൻ കഴിയോ? ചോദിച്ചാൽ പിന്നെ അബൂബക്കർ പിന്നെ നബി തങ്ങളുടെ അടുത്തേക്ക് ഭാര്യയായി ആയിഷ ഉണ്ടാവുമോ? അതിന്റെ പേരാണ് ആ കാര്യങ്ങൾ നബി വിജയിച്ചു. നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പുറത്ത് ഇങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഉടനെ ലോൺ എടുത്തു. നമ്മൾ എല്ലാത്തിനും ലോൺ എടുക്കുന്നു, ബാങ്കുമായി പലിശയുമായി കെട്ടുപെട്ട്. അത് ഗൗരവമല്ലാത്ത വിഷയമായി പലിശ എല്ലാം വ്യാപിച്ചു. അങ്ങനൊരു കാലം വരുന്ന നബി പറഞ്ഞോ, പലിശ വ്യാപിക്കുന്ന ഒരു കാലം വരും, അത് ഹലാലായി തോന്നുന്ന കാലം വരും. അല്ലെങ്കിൽ തന്നെ അവസാന കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഉപദേശിക്കാൻ ആളുകളില്ലാതെ, അതാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ആരാ പറയാനുള്ളത്? ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാൻ ആളുകളില്ല എന്നതിനേക്കാൾ അപ്പുറം എങ്ങനെ പറഞ്ഞു? ഇതാ ഫസദത്ത് നിസാഉകും വഫസദ ശബാബുകും വലം തർബൂ ബിൽ മഅറൂഫ് വലം തൻഹൗ അനിൽ മുൻകർ. സഹാബത്തെ നിങ്ങളുടെ ധാരണ എന്താണ്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇതാ ഫസദത്ത് നിസാഉകും, എന്റെ അവസാന സമുദായത്തിലെ പെണ്ണുങ്ങൾ ഫസാദായി പോവുകയും അവരുടെ പെൺകുട്ടികൾ അഴിഞ്ഞാടുകയും അവരുടെ യുവാക്കളെല്ലാം തമ്മാടിത്തരത്തിലെത്തുകയും ചെയ്യുന്ന ഒരു കാലം വരും. ആ കാലത്ത് അവരെ ഉപദേശിക്കാൻ ആളുകളില്ലാതെ വരും. വലം തൻഹൗ അൻ മുൻകരി, തെറ്റിനെ തൊട്ട് നിരോധിക്കാനും ആളുകളില്ലാതെ വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അവ എപ്പോഴും അങ്ങനെ ഉണ്ടാവും. തെറ്റൊക്കെ തെറ്റാന്ന് പറയാൻ ആളില്ലാത്ത കാലം വരും. അപ്പൊ നബി പറഞ്ഞു, അതിനേക്കാൾ അപകടം പിടിച്ച ഒരു കാലം വരും. ആ കാലത്ത് ആ കാലത്ത് തെറ്റൊക്കെ ശരിയായി തോന്നും, ശരികളൊക്കെ തെറ്റായി തോന്നും. കാരണം എന്താ? സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കേണ്ടവർ എല്ലാ ആഭാസങ്ങളിലും വിവാഹങ്ങളിൽ സർക്കാരുകളിൽ പുതുതായി വരുന്ന മഹല്ല് ഹത്തീബുമാരായ യുവപണ്ഡിതന്മാർ പോലും അവരുടെ വിവാഹങ്ങൾ നിക്കാഹിന്റെ മുമ്പേയുള്ള എൻഗേജ്മെന്റുകൾ, അതിൽ പൂ കൊടുക്കൽ, മിഠായി കൊടുക്കൽ, അത് ഇരുന്ന് കൊടുക്കൽ, കടന്നു കൊടുക്കൽ, നിർത്തി കൊടുക്കൽ, തിരിച്ചു കൊടുക്കൽ, ഇങ്ങനെയൊക്കെ കൊടുക്കണം. ഹത്തീബുകളുടെ പൊതുവിഷയങ്ങളിൽ ഒരു ധാരണയുമില്ലാതെ അവർ ഫത്വ കൊടുക്കും. പൊതുവിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടവരല്ലാത്തവർ പൊതുവിഷയം കൈകാര്യം ചെയ്യും. എന്നിട്ട് ഈ കളവുകൾ പ്രചരിപ്പിക്കും. ലോകത്ത് കളവുകൾ, ഭൂഖണ്ഡങ്ങൾ താണ്ടി കളവുകൾ സഞ്ചരിക്കും. ആകെ വഞ്ചന, പരസ്പരം വഞ്ചന, ഒപ്പം നിന്ന് ഒറ്റി കൊടുക്കുന്ന വഞ്ചന. സത്യം അതിന്റെ ചെരുപ്പ് ധരിക്കുമ്പോഴേക്ക് കളവുകൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി പോകുന്ന കാലം. അങ്ങനെ ഒരു കാലം എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് വരും. മുസ്തഫ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സമയം അവസാനിപ്പിച്ചു. മൂന്നാമത്തെ മുത്തഖീങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണം മൂന്നാമത്തെ ഒരു ഗുണം മരിക്കാൻ തയ്യാറായ ജീവിതം. മരിക്കാൻ ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താകും?
വെച്ചിട്ട് മണ്ണിട്ട് മൂടിയാൽ ഈ പാതിരാനേരത്തൊരു മഴ പെയ്താൽ എന്റെ ഖബറിന്റെ അകത്തളത്തിൽ ഈ മഴ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഊർന്നിറങ്ങും. ഞാൻ എന്റെ ഖബറിൽ പൊങ്ങിക്കിടക്കുന്ന ഈ വെള്ളത്തിൽ എന്റെ വയറുകൾ വേർക്കാൻ തുടങ്ങും. എന്റെ വയറ് പൊട്ടിപ്പുറത്തേക്ക് വരും. ഞാൻ ആ വെള്ളത്തിൽ പൊന്തിക്കിടക്കും. അപ്പോൾ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്ന വിധം മരിക്കാനായ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി ജ്യേഷ്ഠ മരിക്കാണല്ലോ മോളെ കരയേണ്ട, നിന്റെ വാപ്പ നിന്റെ സഹോദരൻ നിന്റെ ഈ ജ്യേഷ്ഠൻ നമ്മുടെ ഈ വീടിന്റെ ഈ മൂലയിൽ നിന്ന് 80,000 ഖത്മ തീർത്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു മരിക്കാൻ കഴിയണ്ടേ? അങ്ങനെ പറഞ്ഞു മരിക്കാനാവില്ല. അത്തരം എന്ത് നന്മ നമുക്ക് ചേർന്ന് നിൽക്കുന്നു. അതാണ് മരിക്കാൻ തയ്യാറായ ജീവിതം ഉണ്ടാവുക. നാലാമത്തെ മുത്തഖീങ്ങൾക്ക് ഉണ്ടാവേണ്ട ഗുണം അൽ അമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് ജീവിതം. പുണ്യനബി എന്ന് പറഞ്ഞു, ഖുർആൻ എന്ന് പറഞ്ഞു, അതുപോലത്തെ ജീവിതം. ഖുർആനോട് ബന്ധപ്പെട്ടത് നമ്മൾ റമദാൻ ഒന്നാം വന്നാലും വലിയ ആവശ്യം ഉള്ളെടുത്തത് രാവിലെയാണ്. ഖുർആൻ മടക്കി ഒറ്റ 10 പേജ് പോയി. പിന്നെ അടുത്ത റമദാൻ പിന്നെ അത് അവിടെ തെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2 ദിവസം എന്തൊരു ആവശ്യം പിന്നെ ഉണ്ടാകും. എന്തുകൊണ്ട് റമദാൻ വിത്ത് കൊയ്യേണ്ട മാസമാണ്. കൊയ്യണമെങ്കിൽ റജബിൽ വിത്തിറക്കണം, ഷഅബാനിൽ നനക്കണം. റജബിൽ ഷഅബാനിൽ വിത്തിറച്ചിട്ടില്ല, നനച്ചിട്ടില്ല, പിന്നെ കൊയ്യാൻ പോയാൽ കിട്ടുമോ? ഒന്നാമത്തെ ദിവസം റമദാൻ പള്ളി മൊത്തമായി. പിന്നെ 27 കുറച്ചുണ്ടാവും. പിന്നെ പെരുന്നാൾ. കാരണം ഇത് കൊയ്യാൻ കഴിയില്ല, കാരണം വിത്തിറക്കില്ല. അതുകൊണ്ട് കൊയ്യാൻ പറ്റുന്ന ജീവിതമാണ് അല്ലാഹു